ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പം ഗാന്ധിധാം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മൾ അജ്മീർ പോവാണ്. അജ്മീർ പള്ളി പോവാണ്. എല്ലാവരും ഉണ്ട് കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ 7:30-ക്കാണ് കേട്ടോ ട്രെയിന്. ഏതാ ട്രെയിനിൻ്റെ പേരെന്തുവായിരുന്നു? ഭുജ് എന്നാണ് ട്രെയിനിൻ്റെ സമയം. 7 മണിയൊക്കെ ആയി. നമ്മൾ നോയമ്പൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം നമ്മുടെ ട്രെയിനിൽ കയറാനുള്ളവരാട്ടോ ഇത്രയും പേര്. ഒത്തിരി ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട്. എന്താ കറക്റ്റ് 7:30-ക്കാണല്ലേ ട്രെയിന്. കറക്റ്റ് ടൈമിലാണ്. ഓൺ ദ വേ ആന്ന് പറയുന്നത്, ഡിലേ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഭയങ്കര തിരക്കുണ്ട് കണ്ടോ. അത് ലഗേജൊക്കെ എടുത്ത് നമ്മൾ സെറ്റായിട്ടിരിക്കുവാണ്. എല്ലാവരും ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. എന്തോരം ആൾക്കാർ. എൻ്റെ അമ്മ അവിടെ ഇരിക്കൊണ്ട്, ബാക്കിയുള്ളത് ആ റൂമില്ല കേട്ടോ, അവിടെ ഇരിക്കാം. അങ്ങനെ ടിക്കറ്റ് കിട്ടിയത്. നമ്മൾ ഇത് നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുമായിരുന്നു. അങ്ങനെ ട്രെയിൻ വരാൻ സമയമൊക്കെ ആയി. ട്രെയിനിൽ കയറുന്ന വീഡിയോ ഒന്നും ഇല്ല ഗൈസ്. ട്രെയിനിൽ കയറുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര തിരക്കൊക്കെ ആയിരിക്കും. നമ്മൾ കയറി ഇരുന്നിട്ടൊക്കെ ഉള്ളത് കേട്ടോ വീഡിയോസ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഗൈസ്. വേറെ എന്തുണ്ട്? ഞങ്ങൾ ഇന്ന് കയറിയാൽ നാളെ രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇൻഷാ അല്ലാഹ് എത്തും. പിന്നെ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഈ ട്രെയിൻ വരാതായോ? അതാണോ? അങ്ങോട്ടാണോ പോകുന്നത്? ആ ശരി, അങ്ങോട്ടല്ലേ. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അവിടെ എല്ലാവരും ഉണ്ട്, ടിക്കറ്റൊക്കെ നോക്കുവാണ്. ഇവിടെ എല്ലാവരും ഉണ്ട്. ട്രെയിൻ വരുന്നുണ്ട് ഗൈസ്. അപ്പൊ ശരി, ട്രെയിനിൽ കയറിയിട്ട് എടുക്കാമേ. തെള്ളെന്ന് പറഞ്ഞ് ഇമാതിരി തെള്ള ഞാനിതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര തെള്ളായിരുന്നു. എല്ലാവരും വെവ്വേറെ സ്ഥലത്താണ്. എല്ലാവരും വെവ്വേറെ സ്ഥലത്തായിപ്പോയി. എനിക്ക് വേറെ സീറ്റൊക്കെ കിട്ടി, അമ്മക്ക് വേറെ സീറ്റ്. അങ്ങനെ അണ്ണനും എല്ലാവരും കൂടെ പല അവരെ എല്ലാവരെയും നോക്കാനും എടുക്കാനും. എനിക്കിവിടെ പക്ഷേ ആളില്ല കേട്ടോ. ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. നമുക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്, എന്നാലും സീറ്റ് കിട്ടുമോ, സീറ്റ് കണ്ടുപിടിക്കാനുള്ള തിരക്കും അങ്ങനെയൊക്കെയാണ്. സമയമുണ്ട് ഇവിടെ. 20 മിനിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമായിരുന്നു ആൾക്കാരുമായിട്ട്. അയ്യോ, അവരിനി ഒന്നിച്ചിനി എങ്ങനെ കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. 6:15 ആയപ്പോഴത്തേനും നമ്മൾ അജ്മീർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന ട്രെയിനിൽ എല്ലാവരും പല കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് സെപ്പറേറ്റ് ആണ്. അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. സ്റ്റേഷൻ്റെ പേര് അജ്മീർ എന്നല്ല കേട്ടോ, വേറെ എന്തോ പേരാണ്. അപ്പോൾ ഞാൻ അണ്ണനോട് പറയായിരുന്നു ബോർഡും എല്ലാം കണ്ടില്ല. ഇതാണ് ഫ്രണ്ട് വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ. നമ്മുടെ ഒരു പള്ളിയുടെ ഒക്കെ ഒരു ലുക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് പോകുന്ന അടുത്ത് തന്നെ നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുകയാണ് അവിടെ അടുത്ത് തന്നെ ഹോട്ടലുണ്ട്. അപ്പം ഓട്ടോക്കാരന്മാരോട് സംസാരിക്കുമായിരുന്നു, എത്ര രൂപയാവും. നമ്മളിങ്ങനെ ബാർഗെയിനിങ് ചെയ്തൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം നിഷാദണ്ണനും തൗഫീഖ് അണ്ണനും അവരോട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കുശലം പറഞ്ഞു. കാരണം സെപ്പറേറ്റ് ആണല്ലോ എല്ലാവരും ഇരുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുമായിരുന്നു ഉറങ്ങിയോ, എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു, അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഓട്ടോക്കാരന്മാരോടെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത് തന്നെയാണ്. 2 ഓട്ടോയിലായിട്ടാണ് കയറിയിരുന്നത്. കാരണം എല്ലാവർക്കും കൂടി ഒരു ഓട്ടോയിൽ കയറി, ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവറിൻ്റെ കൂടെ ഒരാൾക്ക് ഇരിക്കുക. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ 2 ഓട്ടോയിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. കാരണം അടുത്ത വീഡിയോയിൽ നമ്മളിനി പള്ളിയിൽ പോകുന്നതും അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിരിക്കും. നമ്മളിനിയും പോയി ഫ്രഷായി ഒന്ന് കിടന്നൊന്ന് എണീറ്റൊക്കെ പിന്നെ പള്ളിയിൽ പോകുന്ന വീഡിയോസാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബായ്, ടാറ്റാ.